സാധാരണ എന്നെ കണ്ട എപ്പോഴും ബിസിയായിട്ടൊക്കെ തോന്നിയെങ്കിലും പ്രത്യേകിച്ച് എനിക്കൊരു പണിയൊന്നും ഉണ്ടാവില്ല. നോട്ട് ദി പോയിന്റ്, വീട്ടിലുള്ളപ്പോൾ പിന്നെ എൻ്റെ ഒരു ദിവസത്തിൽ ഞാൻ പകുതി നേരം ഉറക്കുന്നതന്നെയായിരിക്കും. അതായത് ഒരു ദിവസം ഫുള്ള് വേണേലും ഞാൻ കിടന്നുറങ്ങും. പക്ഷെ 5:30 കഴിഞ്ഞ് കിടന്നുറങ്ങിയാൽ എൻ്റെ അമ്മ ചൂലെടുക്കും. ഇപ്പൊ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു. അതായത് വീടിന്റെ പരിസരമൊക്കെ ഒന്ന് കാണാൻ. എന്നോട് എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഈ റൂമും ഹാളും വിട്ട് വല്ലപ്പോഴും ഒന്ന് ആ മുറ്റത്തിറങ്ങി നടന്ന് കുറച്ച് കാറ്റും വെളിച്ചവും കൊള്ളാൻ. സോ ടുഡേ ഐ ടുക്ക് ഇറ്റ് സീരിയസ്ലി. എനിക്കിങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കാൻ ഇഷ്ടമല്ലഞ്ഞിട്ടല്ല, വെറുതെ കൊതുകടി കൊണ്ട് ചാവണ്ടാ കരുതിയിട്ടാണ് റൂമിൽ തന്നെ ഇരിക്കുന്നത്. റംബൂട്ടാന്റെ സീസൺ ആവാത്ത കാരണം അതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ച് വരണതേ ഉള്ളൂ. പിന്നെ ചിക്കു ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനകത്തൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് വലിയ പാകത്തിനായിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആയി വരണതേ ഉള്ളൂ. ഇവിടെ സാധാരണ അമ്മ മാത്രമേ ചിക്കു കഴിക്കാറുള്ളൂ. ഞങ്ങൾക്ക് ആർക്കും ഇതിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഷേക്ക് അടിച്ച് മാത്രം കുടിക്കാറുണ്ടേ. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് അധികം അറിയൂലല്ലോ. പിന്നെ ഇങ്ങനെ നോക്കി വന്നപ്പോ മാങ്ങ നിപ്പുണ്ടായിരുന്നു. അപ്പൊ അത് പറിക്കാൻ വേണ്ടി തോട്ട് തപ്പി നടക്കായിരുന്നു. ലാസ്റ്റ് തോട്ട് കിട്ടി നോക്കിയപ്പോ അതിനകത്ത് തൈപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്മ ആ മാങ്ങ തല്ലി വീഴ്ത്തി ഇട്ടു. പിന്നെ താഴെ ഇതേപോലെ ഒരു മാങ്ങ നിന്നപ്പോ അതും പറിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ വെക്കാൻ വേണ്ടി. നാരങ്ങ ഉണ്ടോ നോക്കിയിട്ട് കിട്ടിയില്ല, പക്ഷെ ജാതിക്ക കുറേ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിതെന്തോ അത്ര ഇഷ്ടമല്ല. ഇവിടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും നല്ല ഒടുക്കത്തെ കൊതുകാണ്. അത് കാരണം ഞാൻ വേഗം അകത്ത് കയറാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇത്ര കൊതുകടിയൊക്കെ കൊണ്ടതല്ലേ, ഇനി ഒന്ന് ഉറങ്ങി എണീറ്റിട്ടൊക്കെ വരാം. അങ്ങനെ എണീറ്റ് കുളിച്ചൊക്കെ റെഡിയായി. ഇനി അമ്മയുടെ വീട്ടിൽ പോകാൻ പോവാണ്. സാധാരണ ആഴ്ചയിൽ എല്ലാ ദിവസവും ഞങ്ങൾ ഇങ്ങനെ അമ്മയുടെ വീട്ടിൽ പോകാറുണ്ട്, കാരണം അടുത്തായതുകൊണ്ട്. ഇപ്പൊ കുറച്ച് നാളായി പോയിട്ട്, അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അങ്ങ് വിളി വന്നിട്ടുണ്ട്. പോകുന്ന വഴിക്ക് അമ്മയുടെ വീട്ടിൽ കൊടുക്കാനായിട്ട് കുറച്ച് സാധനം കൂടി വാങ്ങാൻ കയറി. അമ്മ എനിക്ക് മഞ്ച് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് വണ്ടിയുടെ പുറകിൽ തന്നെ ഞാൻ കഴിച്ചു. ഒന്നും അറിയില്ല, വണ്ടിയുടെ പുറകിൽ കഴിക്കാൻ പ്രത്യേക രസമാണ്. അങ്ങനെ വീടെത്തി. സോ ഇതാണ് എന്റെ മാമന്റെ പ്രോഡക്റ്റ്, നന്ദുക്കുട്ടൻ. ഞാൻ വന്നപ്പോൾ തൊട്ട് അപ്പൂപ്പൻ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. കുറച്ച് നാൾ കാണാണ്ടിരുന്നോണ്ടാണോ എന്ന് അറിയില്ല, എന്റെ മുടിയൊക്കെ കിട്ടി തരുന്നുണ്ടായിരുന്നേ. ഒരു 1000 രൂപ എനിക്കെടുത്ത് തന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ പിന്നെ എന്റെ സാലറിയിൽ അപ്പൂപ്പനും കൊടുക്കാറുണ്ട്. അപ്പൂപ്പനും ഇതേപോലെ എന്നെ കാണുമ്പോൾ തരാറുണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് സ്റ്റഡ് വാങ്ങാൻ മറന്നുപോയി. ഏത്തക്കാപ്പം ഒരുപാട് ഇഷ്ടമായിട്ട് അച്ഛൻ കുറെ ഏത്തക്കാപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അമ്മയുടെ വക പുട്ടും മുട്ട റോസ്റ്റും പപ്പടവും ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് ചിഞ്ചാനും കണ്ട് ഞാൻ കിടന്ന് ഉറങ്ങിയ. അപ്പോൾ ഓക്കെ, ബൈ.